ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20 എന്താണ് പറയുന്നത്? എ സ്പെറിക്കൽ ബോൾ കോൺട്രാക്ട്സ് ഇൻ വോളിയം ബൈ 0.01% വെൻ സബ്ജക്റ്റഡ് ടു എ നോർമൽ യൂണിഫോം പ്രഷർ ഓഫ് 100 അറ്റ്മോസ്ഫിയർ ബൾക്ക് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു സ്പെറിക്കൽ ബോൾ എന്ത് ചെയ്യുന്നു? അതിന്റെ വോളിയം കോൺട്രാക്ട് ചെയ്യപ്പെടുന്നു. എത്ര ശതമാനം കോൺട്രാക്ട് ചെയ്യപ്പെടുന്നു? 0.01% കോൺട്രാക്ട് ചെയ്യപ്പെടുന്നു. എപ്പോൾ കോൺട്രാക്ട് ചെയ്യപ്പെടുന്നു? 100 അറ്റ്മോസ്ഫിയർ പ്രഷറിന് സബ്ജക്റ്റഡ് ആകുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? നോർമലായി യൂണിഫോം പ്രഷറായി 100 അറ്റ്മോസ്ഫിയറിന് സബ്ജക്റ്റഡ് ആകുമ്പോൾ ഇതിന്റെ വോളിയം 0.01% കോൺട്രാക്റ്റഡ് ആകുന്നു എങ്കിൽ എന്താണ് മെറ്റീരിയലിന്റെ ബൾക്ക് മോഡുലസ് എത്ര? ഓക്കെ, ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എന്താണ്? K is equal to PV/ΔV. ഇതെന്താണ്? P/ΔV/V എന്നാണ്. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് ആ വി മോളിലേക്ക് എഴുതി PV/ΔV എന്ന് എഴുതാം. നോക്കൂ, 100 അറ്റ്മോസ്ഫിയർ ആണ്. അത് പാസ്കൽ ആക്കുന്നത് എങ്ങനെയാണ്? 100 × 1.013 × 10⁵ പാസ്കൽ ആണ്. ഇനി നോക്കിക്കേ, ഒറിജിനൽ വോളിയം 100 ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എത്രയാണ്? 0.01% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 100ൽ എഴുതാം 0.01/100 എന്ന് എഴുതാം. എന്തിനെ? ΔV/VA. ഓക്കെ, പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. ഓക്കെ, എങ്കിൽ V/ΔV എന്താണ്? 100/0.01. അപ്പോൾ കെയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താണ്? പിക്ക് പകരം 100 × 1.013 × 10⁵ ഇൻറ്റു നോക്കൂ 100/0.01. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1.013 × 10⁻11 പാസ്കൽ അല്ലെങ്കിൽ Nm/m² എന്ന് കിട്ടും. നോക്കൂ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ബേസിക്കലി 1 ആണ്. 1 പോയിന്റ്. അപ്പോൾ 1 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എസ്റ്റിമേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയാണ്? 10⁻11 Nm/m² ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 20th ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22 എന്താണ് പറയുന്നത്? ദ ബൾക്ക് മോഡുലസ് ഓഫ് റബ്ബർ ഈസ് 10⁻9 Nm/m². റബ്ബറിന്റെ ബൾക്ക് മോഡുലസ് 10⁻9 Nm/m² ആണ്. നോക്കൂ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ ഡെപ്ത് അപ് ടു വിച്ച് എ റബ്ബർ പീസ് ക്യാൻ ബി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ സോ ദാറ്റ് വോളിയം ഡിക്രീസസ് ബൈ 0.01%. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു റബ്ബർ പീസിനെ വെള്ളത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ വോളിയം 0.01% ആയി പെർസെന്റേജ് കുറയുന്നു. 0.01% കുറയുന്നു. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ശ്രദ്ധിക്കൂ, ദ ഡെപ്ത്, നിങ്ങൾ ഏത് ഡെപ്തിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഈ റബ്ബർ പീസിന്റെ വോളിയം 0.01% ആയി കുറഞ്ഞത്? അപ്പോൾ നോക്കൂ, നമ്മളപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് രണ്ട് കൺസെപ്റ്റുകൾ കൂടിച്ചേർന്നതാണ്. നോക്കൂ, ബൾക്ക് മോഡുലസിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം. എന്താണ് ബൾക്ക് മോഡുലസ്? K is equal to PV/ΔV. നോക്കൂ, ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ ആരാണ് അപ്ലൈ ചെയ്യുന്നത്? വെള്ളമാണ് അപ്ലൈ ചെയ്യുന്നത്. വെള്ളം ഈ റബ്ബർ പീസിലേക്ക് എന്ത് ചെയ്യാണ്? നോർമലായി അപ്ലൈ ചെയ്യുന്നതാണ് ഈ ഫോഴ്സ്. ഈ ഫോഴ്സ് അപ്പോൾ എന്തായിരിക്കും? അതിന്റെ ഫോർമുല P is equal to H⍴G. നോക്കൂ, ഒരു ലിക്വിഡ് കോളത്തിൽ ഒരു നിശ്ചിത ഹൈറ്റിൽ അല്ലെങ്കിൽ ഡെപ്തിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്താണ്? H⍴G ആണ്. നിങ്ങൾ തൊട്ടടുത്തുള്ള ചാപ്റ്ററിലാണ് നമുക്ക് ഇതിന്റെ ഡിസ്കഷൻ വരുന്നത്. നോക്കൂ, അതിലെന്തൊക്കെയുണ്ട്? H എന്നുള്ള ആ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഉണ്ട്, ഇൻറ്റു റോ എന്താണ്? ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി, ഇപ്പൊ വെള്ളമാണ്, ഇൻറ്റു G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ നോക്കൂ, ബൾക്ക് മോഡുലസിലെ ഈ P കൊടുക്കുന്നത് ആരാണ്? വെള്ളമാണ്. അതിന്റെ ഫോർമുല എന്താണ്? H⍴G ആണ്. അപ്പൊ നോക്കൂ, K is equal to H⍴G × V/ΔV എന്ന് എഴുതാം. നോക്കൂ, K എത്രയും തന്നിട്ടുണ്ട്? 10⁻9 ആണ്. 10⁻9 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു H × 1000 × 10 × 100/0.01. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് ഡെപ്തിലാണ് എന്താണ് ഈ വോളിയം 0.01% ആയി കുറഞ്ഞത്. നോക്കൂ, 0.01% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണ്? യഥാർത്ഥത്തിൽ ΔV/V എന്താണ്? അപ്പോൾ 0.01/100 ആണ്. അപ്പോൾ V/ΔV നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നോക്കൂ, H നിങ്ങൾക്ക് എന്ത് എഴുതാം? നോക്കൂ, റീഅറേഞ്ച് ചെയ്തിട്ട് കിട്ടുമ്പോൾ 10 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 22. ക്വസ്റ്റ്യൻ നമ്പർ 22 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23. ക്വസ്റ്റ്യൻ നമ്പർ 23 എന്താണ് പറയുന്നത്? 2 വയേഴ്സ് മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ ആർ സബ്ജക്റ്റഡ് ടു ഫോഴ്സ് ഇൻ ദ റേഷ്യോ 1:2. അപ്പൊ നോക്കൂ, ഒരേ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കി 2 വയറുകളിൽ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സുകളുടെ റേഷ്യോ 1:2 ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? അവയുടെ ലെങ്തുകൾ തമ്മിലുള്ള റേഷ്യോ 8:1 ആണ്. അതുപോലെ അവയുടെ ഡയാമീറ്ററുകൾ തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അവയുടെ എക്സ്റ്റൻഷനുകൾ തമ്മിലുള്ള റേഷ്യോയാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത് മാറുന്നു, ലെങ്ത് എക്സ്റ്റെൻഡ് ആകുന്നു. അപ്പോൾ ആ എക്സ്റ്റൻഷനുകൾ തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 3 റേഷ്യോകൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ അത് ആലോചിക്കുക. നമുക്കറിയാം എക്സ്റ്റൻഷന്റെ ഫോർമുല എന്താണ്? യങ്സ് മോഡുലസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ FL/A/Y ആണ്. നോക്കൂ, അപ്പോൾ ഫസ്റ്റ് വയറിന്റെ എക്സ്റ്റൻഷൻ ΔL1 എന്ന് സൂചിപ്പിച്ചാൽ അതെന്താണ്? F1L1/A1Y. എന്തുകൊണ്ടാണ് 3 പാരാമീറ്ററുകൾ വ്യത്യാസമായി വന്നത്? ഇത് 3 എണ്ണവും വ്യത്യാസമാണ്. നോക്കൂ, F1 അതായത് 2 വയറുകളിലും അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സുകൾ വ്യത്യാസമാണ്, അവയുടെ ലെങ്തുകൾ വ്യത്യാസമാണ്, അവയുടെ ഏരിയകൾ വ്യത്യാസമാണ്. കാര്യം എന്താണ്? ഡയാമീറ്ററുകൾ വ്യത്യാസമായതുകൊണ്ട് ഒരേ ഒരു സെയിം കാര്യം എന്താണ്?
എന്താണ് യങ്സ് മോഡുലസ് ആണ്. കാര്യം എന്താണ്, രണ്ട് വയറും ഒരേ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ്. അപ്പൊ നോക്കൂ, ഡെൽറ്റ L2 കറസ്പോണ്ടിംഗ്ലി എങ്ങനെ എഴുതാം, F2 L2 ഡിവൈഡഡ് ബൈ A2 ഇൻറ്റു Y എന്ന് എഴുതാം. അപ്പൊ നോക്കൂ, നിങ്ങൾ ഡെൽറ്റ L1 ബൈ ഡെൽറ്റ L2 എടുത്ത് നോക്കൂ, റേഷ്യോ എടുത്ത് നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും, കോമൺ ഫാക്ടർ ആയ y ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി എന്തൊരു F1 ബൈ F2 ഇൻറ്റു L1 ബൈ L2 ഇൻറ്റു A2 ബൈ A1 ആണ്. A1 ബൈ A2 വരില്ല. കാര്യം എന്താണ്, നിങ്ങൾ റേഷ്യോ എടുത്താൽ ഇങ്ങനെയാണ് കിട്ടുക. അപ്പൊ നോക്കൂ, A1 എന്താണ്, A1 പൈ ഇൻറ്റു R1 സ്ക്വയർ. R1 ഫസ്റ്റ് വയറിന്റെ റേഡിയസ് എന്ന് വിചാരിക്കും. A1 എന്താണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ നോക്കൂ, ഇത് റേഡിയസ് ആണ്. അതിന്റെ ഡയമീറ്ററിന്റെ ടൈംസിൽ എങ്ങനെ എഴുതാം, D1 സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. ഇവിടെ എന്താണ്, ഇങ്ങനെയാണ് 4 വന്നത്. R1 ഈക്വൽ ടു D1 ബൈ 2 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ D1 സ്ക്വയർ ബൈ 4 എന്ന് വരും. അതുപോലെ കറസ്പോണ്ടിംഗ്ലി A2ന്റെ ഇവിടെ എന്താണ് വരിക, എന്താണ് പൈ ഇൻറ്റു നോക്കൂ, പൈ ഇൻറ്റു എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയി, പൈ ഇൻറ്റു D2 സ്ക്വയർ ബൈ 4 എന്ന് എഴുതാം. പൈ ഇൻറ്റു D2 സ്ക്വയർ ബൈ 4. അപ്പൊ നോക്കൂ, A2 ബൈ A1 എങ്ങനെ എഴുതാം, A2 എന്താണ്, A2 ഇത് A2 ഡിവൈഡ് ബൈ A1 എന്താണ് ഇത്. അപ്പൊ എന്ത് കിട്ടും, D2 സ്ക്വയർ ബൈ D1 സ്ക്വയർ എന്ന് കിട്ടും. നോക്കൂ, D2 സ്ക്വയർ ബൈ D1 സ്ക്വയർ ആണ്. നിങ്ങൾക്കറിയാം D2 ബൈ D1 എത്രയാണ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്, അത് 2:1 ആണ്. സോറി, D1 ബൈ D1 ഈസ്റ്റ് D2 ആണ്, 2:1. എന്താണ് D1 ക്വസ്റ്റിന് തന്നിരിക്കുന്നത്, D1 ഈസ്റ്റ് D2 എത്ര എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റിനിൽ, 2:1 എന്നാണ്. അപ്പോ ഇതെന്താണ്, ഇത് D1 ബൈ D2 2/1 ആണ്. അപ്പൊ D2 ബൈ D1 എന്താണ്, 1/2 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുക. അപ്പൊ 1/2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1/4 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ മതി. F1 ബൈ F2ന്റെ റേഷ്യോ ഉണ്ട്, എന്താണ് L1 ബൈ L2 ഉണ്ട്, D1 ബൈ D2 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക, നമ്മുടെ ബേസിക് ഇക്വേഷൻ ആയത് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1/1 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എന്താണ്, ഡെൽറ്റ L1 ഈസ്റ്റു ഡെൽറ്റ L2 1:1 ആണ്. അതായത് എക്സ്റ്റൻഷൻ പിന്നെ എന്താണ് 1:1 എന്നാണ് കിട്ടുന്നത്. അപ്പൊ എന്താണ്, ഓപ്ഷൻ ബി ആണ്. 23rd ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, BB. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 27 പറയുന്നത്, ദ എക്സ്റ്റൻഷൻ ഓഫ് എ വയർ ബൈ ദി ആപ്ലിക്കേഷൻ ഓഫ് എ ലോഡ് ഈസ് 3 millimeter. അപ്പൊ നോക്കൂ, ഒരു വയറിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ എക്സ്റ്റൻഷൻ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 3 millimeter ആണ്. Okay, the extension in a wire of the same material and length but half the radius by the same load. അപ്പൊ നോക്കൂ, ഈ ലോഡ് തന്നെ, അതായത് ഇതേ ലോഡ് തന്നെ മറ്റൊരു വയറിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ആ വയറിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ ആദ്യത്തെ വയറിന്റെ അതേ മെറ്റീരിയൽ തന്നെയാണ്, പക്ഷേ അതിന്റെ റേഡിയസ് പകുതിയാണ്. അങ്ങനെയുള്ള മെറ്റീരിയലിൽ, അങ്ങനെയുള്ള വയറിൽ നിങ്ങൾ ഇതേ ലോഡ് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ആ വയറിൽ ഉണ്ടാകുന്ന എക്സ്റ്റൻഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, ഫസ്റ്റ് വയറിന്റെ എക്സ്റ്റൻഷൻ എങ്ങനെ എഴുതാം, ഡെൽറ്റ L1 ഇസ് ഈക്വൽ ടു FL ബൈ A1 ബൈ. നോക്കൂ, എന്തുകൊണ്ടാണ് F എന്ന് കൊടുത്തത്, F1 എന്ന് കൊടുക്കാത്തത് എന്താണ്, ഇതിൽ ഫോഴ്സ് ജനറലി അതായത് ഈ ഫസ്റ്റ് വയറിൽ അപ്ലൈ ചെയ്യുന്ന അതേ ലോഡ്, അതേ ഫോഴ്സ് തന്നെയാണ് സെക്കൻഡ് വയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ജനറലായി നമ്മൾ F എന്ന് കൊടുത്താൽ മതി. നോക്കൂ, ലെങ്ത് എത്രയാണ്, ലെങ്ത് L ആണ്. എന്തുകൊണ്ടാണ് ലെങ്ത് L എന്ന് കൊടുത്തത്, രണ്ടാമത്തെ വയറിൽ എന്താണ്, ഒരേ ലെങ്ത് തന്നെയാണ്. ഓക്കെ, A1 എന്ന് കൊടുത്തു. എന്തുകൊണ്ട് A1 എന്ന് കൊടുത്തു, ഇതിന്റെ റേഡിയസ് R ആണെങ്കിൽ രണ്ടാമത്തെ വയറിന്റെ റേഡിയസ് ആറിന്റെ പകുതിയാണ്, അല്ലെങ്കിൽ R1/2 ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, y തന്നെയാണ്, അതായത് ഒരേ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഡെൽറ്റ L1 ഈസ് FL ബൈ A1 ബൈ ഡെൽറ്റ L2 ഈസ് FL ബൈ A2 ബൈ. കാര്യം എന്താണ്, വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം ഏരിയയാണ്. കാര്യം എന്താണ്, റേഡിയസ് പകുതിയായി മാറുന്നത് കൊണ്ടാണ്. നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ L2 ആണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു റേഷ്യോ എടുക്കൂ, ഡെൽറ്റ L2 ബൈ ഡെൽറ്റ L1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് A1 ബൈ A2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, A1, അതായത് R1 ആണ് അതിന്റെ റേഡിയസ് എങ്കിൽ പൈ R1 സ്ക്വയർ ഡിവൈഡഡ് ബൈ. നോക്കൂ, രണ്ടാമത്തെ വയറിന്റെ റേഡിയസ് എത്രയാണ്, ആദ്യത്തേതിന്റെ പകുതിയാണ്. അപ്പോൾ R1 സ്ക്വയർ R1/2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ പൈ ഇൻറ്റു R1/2 ദ ഹോൾ സ്ക്വയർ ക്യാൻസൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന റേഷ്യോ 4 ആണ്. അതായത് ഡെൽറ്റ L2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ L1 ഇസ് ഈക്വൽ ടു 4 ആണ്. നോക്കൂ, ഡെൽറ്റ L2 എത്രയാണ്, ഡെൽറ്റ L2 നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്, സോറി ഡെൽറ്റ L1 എത്രയാണ്, അതായത് ആദ്യത്തെ വയറിൽ നിങ്ങൾ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന എക്സ്റ്റൻഷൻ 3 millimeter ആണ്. അപ്പോൾ ഡെൽറ്റ L2 ബൈ 3 ഈക്വൽ ടു 12. അപ്പോൾ ഡെൽറ്റ L2 എത്രയാണ്, ഈ 3 ഇങ്ങോട്ട് പോകുന്നു, 4 × 3 12 millimeter. അപ്പോൾ രണ്ടാമത്തെ വയറിൽ ലഭിക്കുന്ന എക്സ്റ്റൻഷൻ എത്രയാണ്, അത് നത്തിങ് ബട്ട് 12 മീറ്റർ അല്ല, 12 millimeter. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 27th ക്വസ്റ്റ്യൻ ആണ്. 27th ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ എ ആണ്, 12 millimeter. ഓക്കെ, അടുത്ത് നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 28
8 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. ക്വസ്റ്റ്യൻ നമ്പർ 28 പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെങ്തും ക്യാപിറ്റൽ എയും എന്താണ് ഒരു വയറിന്റെ ലെങ്തും എന്താണ് ക്രോസ് സെക്ഷണൽ ഏരിയയുമാണ്. ആ വയറിനെ എന്ത് ചെയ്യുന്നു? ആ വയർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ മെറ്റീരിയലിന്റെ യങ്സ് മോഡൽസ് Y ആണ്. ഓക്കെ, അപ്പോൾ ഈ വയർ ഓഫ് ലെങ്ത് എൽ ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ എ ഈസ് മെയ്ഡ് ഓഫ് യങ്സ് മോഡുലസ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് യങ്സ് മോഡുലസ് ക്യാപിറ്റൽ Y. ഇഫ് ദ വയർ ഈസ് സ്ട്രെച്ച്ഡ് ബൈ ആൻ എമൗണ്ട് എക്സ് സ്മോൾ എക്സ് ദെൻ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? അപ്പോൾ നോക്കുക, അങ്ങനെയുള്ള വയർ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത എമൗണ്ട്, അതായത് എക്സ് എന്നുള്ള അളവിൽ സ്ട്രെച്ചിങ് സംഭവിക്കുമ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത വർക്ക് എത്രയാണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ബേസിക് ആയിട്ടുള്ള നമ്മുടെ പഴയ ഫോർമുല ഓർമ്മിച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എത്രയാണ്? ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു എക്സ്റ്റൻഷൻ. അപ്പോൾ ഒരു വയറിന് എക്സ്റ്റൻഷൻ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലൊരു ലോഡ് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ്, ലോഡ് അപ്ലൈ ചെയ്തില്ലെങ്കിലും സ്വന്തം വെയിറ്റ് കൊണ്ടും വയറിൽ എക്സ്റ്റൻഷൻ സംഭവിക്കാം. അപ്പോൾ നോക്കൂ, ബേസിക്കലി എന്താണ്? ഒരു ലോഡ് അപ്ലൈ ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ എത്ര? എക്സ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, നമുക്കറിയാം യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു F/A ഡിവൈഡഡ് ബൈ X/L ആണ്. X/L എന്ന് പറയാൻ കാര്യം എന്താണ്? ഇത് എക്സ്റ്റൻഷനും ഇത് ഒറിജിനൽ ലെങ്തുമാണ്. ഓക്കെ, ഇത് സ്ട്രെസ് ആണ്. അപ്പോൾ FL/A ഇൻറ്റു എക്സ്. അപ്പോൾ ഇതിന് F എങ്ങനെ എഴുതാം? YAX ഡിവൈഡ് ബൈ L എന്ന് എഴുതാം. അപ്പോൾ എഫിന് പകരം നമുക്ക് കിട്ടി എന്താണ്? YAX ഡിവൈഡഡ് ബൈ L. അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എത്രയാണ്? ഹാഫ് ഇൻറ്റു YAX ഡിവൈഡ് ബൈ L ഇൻറ്റു എക്സ്. അപ്പോൾ എന്ത് കിട്ടും? YAX സ്ക്വയർ ഡിവൈഡ് ബൈ 2L എന്ന് കിട്ടും. എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ 28 ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് 29th ക്വസ്റ്റ്യൻ ആണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യങ്സ് മോഡുലസ് Y, ബൾക്ക് മോഡുലസ് K ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈസ്. അപ്പൊ നോക്കൂ, അത് ഇങ്ങനെയുള്ള റിലേഷൻസ് ഒരു 4 നിങ്ങളുടെ PDF ഉള്ളതാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ അത് പഠിച്ചു വെക്കുക. പോയിസൺസ് റേഷ്യോയും കൂടി ചേർത്തുള്ള എന്താണ് റിലേഷൻസ് ആണ് ഉള്ളത്. അപ്പൊ ഫസ്റ്റ് റിലേഷൻ എന്താ പറയുന്നത്? 9 യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു 3 റിജിഡിറ്റി മോഡുലസ് പ്ലസ് 1 വർക്ക് മോഡുലസ് ബൾക്ക് മോഡുലസ്. ഇത് ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. അപ്പൊ ഇതിന് എങ്ങനെ എഴുതാം? 9/y is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. y/9 is equal to എന്ത് ചെയ്യും? ഇത് അങ്ങോട്ട് തിരിഞ്ഞു വരും. η/k/3k പ്ലസ് ഈറ്റ എന്ന് വരും. അപ്പൊ നോക്കൂ, യങ്സ് മോഡൽസിന്റെ ഫോർമുല എന്താണ്? 9η/k/3k. അപ്പൊ എന്താണ്? ഓപ്ഷൻ എ ആണ്. അത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? അത് 29th ക്വസ്റ്റ്യൻ ആണ്. 29th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഇനി 30th ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് 30th ക്വസ്റ്റ്യൻ പറയുന്നത്? ഇൻ എ വയർ സ്ട്രെച്ച്ഡ് ബൈ ഹാങ്ങിങ് എ വെയിറ്റ് ഫ്രം ഇറ്റ്സ് എൻഡ് ദ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം in terms of longitudinal strain sigma and modulus of elasticity y is. അപ്പോൾ നോക്കൂ, ഒരു വെയിറ്റ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇത് വയറാണ്. വയറിന്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു വെയിറ്റ് സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അത് എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താണ്? അതിന്റെ കോൺഫിഗറേഷനിൽ വ്യത്യാസം വരും. അപ്പോൾ എന്ത് ചെയ്യും? അതിൽ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം അത് എന്തിന്റെയൊക്കെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആയ സിഗ്മയും അതുപോലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയ y. ഈ 2 കാര്യങ്ങളുടെ ടേംസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം കണ്ടുപിടിക്കണം. നോക്കൂ, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയത്തിന് നിങ്ങൾ വിളിക്കുന്ന പേരാണ് എനർജി ഡെൻസിറ്റി. അതിന്റെ ഇക്വേഷൻ വളരെ മനോഹരമായ ഇക്വേഷനാണ്. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. നോക്കൂ, നിങ്ങൾക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താണ്? യങ്സ് മോഡുലസ് Y ആണ്. അപ്പൊ നോക്കൂ, സ്ട്രെയിനിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ലെറ്റർ എന്താണ്? സിഗ്മയാണ്. അപ്പൊ സ്ട്രെസ് ബൈ സിഗ്മയെ എന്ത് വിളിക്കാം? Y എന്ന് വിളിക്കാം. അപ്പൊ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? Y ഇൻറ്റു സിഗ്മ എന്ന് കിട്ടും. നോക്കൂ, വളരെ എളുപ്പമാണ്. Y ഇൻറ്റു സിഗ്മ. അപ്പൊ എനർജി ഡെൻസിറ്റി എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ അല്ലേ? സ്ട്രെസ് എത്രയാണ്? Y സിഗ്മ. നമുക്ക് ഇവിടെ കിട്ടി. കാര്യം നമുക്ക് കിട്ടേണ്ടത് എന്താണ്? വൈയുടെയും സിഗ്മയുടെയും ടേംസിനാണ്. അതുകൊണ്ടാണ് ഈ രീതിയിലാക്കിയെടുത്തത്. ഇൻറ്റു എന്താണ്? സ്ട്രെയിൻ എന്താണ്? സിഗ്മയാണ്. ഓൾറെഡി അറിയാം. അപ്പൊ y സിഗ്മ സ്ക്വയർ ബൈ 2 ആണ് ആൻസർ. അപ്പൊ എന്താണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 30th ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമാണ് ക്വസ്റ്റ്യൻ. 30th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 31 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31 എന്താണ് പറയുന്നത്? എ 5 meter ലോങ് വയർ ഈസ് ഫിക്സ്ഡ് ടു ദ സീലിംഗ്. അപ്പൊ നോക്കൂ, റൂഫിൽ അല്ലെങ്കിൽ സീലിംഗിൽ എന്താണ്? 5 meter ലോങ് വയർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ലോങ് വയർ ഫിക്സ് ചെയ്ത് അതിന് നീളം എത്രയാണ്? 5 meter ആണ്. ഈ വെയിറ്റ് ഓഫ് 10 kilogram ഈസ് ഹങ് അറ്റ് ദി ലോവർ എൻഡ്. അപ്പൊ അതിന്റെ ലോവർ എൻഡിൽ 10 kilogram വെയിറ്റ് എന്ത് ചെയ്യുന്നു? തൂക്കിയിട്ടിരിക്കുന്നു. ആൻഡ് ഈസ് 1 meter എബോവ് ദി ഫ്ലോർ. ഫ്ലോറിൽ നിന്നും 1 meter ആണ് ഇതിന്റെ എന്താണ്? പിന്നെ
ദൂരം, ഫ്ലോറിൽ നിന്നും എത്ര മീറ്റർ ദൂരത്തിലാണ് ഈ മാസ് നിൽക്കുന്നത്? 1 മീറ്റർ ദൂരത്തിലാണ്. ഓക്കെ, ദ വയർ വാസ് എലോങ്ങേറ്റഡ് ബൈ 1 മില്ലിമീറ്റർ. വയർ എന്ത് ചെയ്തിരുന്നു? ഈ വെയിറ്റ് സസ്പെൻഡ് ചെയ്തപ്പോൾ വയർ 1 മില്ലിമീറ്റർ എലോങ്ങേഷൻ അതിന് സംഭവിക്കുന്നു. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ദ എനർജി സ്റ്റോർഡ് ഇൻ ദ വയർ ഡ്യൂ ടു സ്ട്രെച്ചിങ് ഈസ്. ഓക്കെ, അപ്പൊ നോക്കൂ, എനർജി സ്റ്റോർഡ്, ടോട്ടൽ എനർജി സ്റ്റോർഡ് ആണ്. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം എന്നൊന്നും പറയുന്നില്ല. അപ്പൊ നോക്കൂ, ഈ ഉപയോഗിക്കേണ്ട ഫോർമുല എന്താണ്? വളരെ ബേസിക് ആയ നമ്മുടെ ഫോർമുല ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു എക്സ്റ്റൻഷൻ. അപ്പൊ ഹാഫ് ഇൻറ്റു ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇൻറ്റു എക്സ്റ്റൻഷൻ എത്ര സംഭവിച്ചു? എൽ എന്ന് നമുക്ക് സൂചിപ്പിക്കാം. അപ്പൊ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 10⁻³ എങ്ങനെയാണ് 10⁻³ വന്നത്? 1 മില്ലിമീറ്റർ ആണ് എക്സ്റ്റൻഷൻ. ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5 ഇൻറ്റു 10⁻² ജൂൾ എന്ന് കിട്ടും. അതായത് 0.05 ജൂൾ എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ്. 31st ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 36ലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 36 പറയുന്നത് എന്താണ്? സ്പ്രിംഗ് ഓഫ് എ ലെങ്ത് എൽ. നോക്കൂ, ലെങ്ത് എൽ a spring has length L and a force capital F extends it by L. അപ്പൊ നോക്കൂ, 2 L ഉണ്ട്, ഒന്ന് ലെങ്തും ഒന്ന് എക്സ്റ്റൻഷനുമാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ ആ ചെറിയ എല്ലിനെ, അതായത് ബോൾഡ് അല്ലാത്ത എല്ലിനെ നമ്മൾ എന്താണ്? ഡെൽറ്റ എൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് എക്സ്റ്റൻഷനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഡെൽറ്റ എൽ എന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? സപ്പോസ് ദ സ്പ്രിംഗ് ഈസ് കട്ട് ഇൻ ടു 2 halves ആൻഡ് ദ സെയിം ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു വൺ ഓഫ് ദം. നോക്കൂ, ഈ സ്പ്രിങ് ഇതിനെ പകുതിയാക്കി മുറിക്കുന്നു, അതായത് 2 കഷ്ണങ്ങളാക്കുന്നു, ഈക്വൽ ആയ 2 പാർട്സ് ആക്കുന്നു സ്പ്രിങ്ങിനെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പ്രയോഗിച്ച അതേ ഫോഴ്സ് ഈ 2 പാർട്ടുകളിൽ ഒന്നിൽ പ്രയോഗിക്കുന്നു, ഒരു പാർട്ടിൽ പ്രയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കൂ, ഇപ്പോൾ ഉള്ള എക്സ്റ്റൻഷൻ എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നൗ ദ എക്സ്റ്റൻഷൻ വിൽ ബി. നോക്കൂ, 5 ഓപ്ഷൻസ് നിങ്ങൾക്കായിട്ടുണ്ട്. നോക്കൂ, ഇനി നോക്കൂ, ഇതാണ് സ്പ്രിങ്ങിന്റെ ഒറിജിനൽ ലെങ്ത് എൽ ആയിരുന്നു. എഫ് എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്താണ്? ഡെൽറ്റ എൽ എന്നുള്ള എക്സ്റ്റൻഷൻ വന്നു. അപ്പൊ നോക്കൂ, അപ്ലൈഡ് ഫോഴ്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ എൽ ആണ്. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്താണ് വർക്ക് എനർജി പവറിൽ നമ്മൾ പറഞ്ഞാണ് എന്താണ്? ഒരു സ്പ്രിങ്ങിനെ എക്സ് കംപ്രഷനോ എക്സ് എക്സ്റ്റൻഷനോ വരികയാണെങ്കിൽ അതിൽ പ്രയോഗിക്കപ്പെട്ട ഫോഴ്സ് എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇൻറ്റു അതാത് കംപ്രഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ, അതായത് കെ ഇൻറ്റു ഡെൽറ്റ എൽ എന്നാണ്. ഓക്കെ, ഇനി when the spring is cut into 2 halves force constant is doubled. നോക്കൂ, അതായത് കട്ട് ചെയ്യാത്തപ്പോൾ ഒറിജിനൽ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ആണ്. അപ്പൊ നോക്കൂ, ഇപ്പോൾ എന്ത് ചെയ്തു? സ്പ്രിങ്ങിനെ 2 ഹാഫുകളാക്കി കട്ട് ചെയ്തു. അപ്പോൾ ഓരോ പാർട്ടിന്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്രയായിരിക്കും? ഡബിൾ ആയിരിക്കും. അതായത് ഒറിജിനൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഡബിൾ ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താണ്? ഈ സ്പ്രിങ് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാർട്ടിൽ ഒരേ ഫോഴ്സ്, അതായത് അതേ ഫോഴ്സ് തന്നെ എന്ത് ചെയ്യുകയാണ്? ആ പാർട്ടിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ നോക്കൂ, ഈ ഫോഴ്സ് 2 ഒന്നാണ്. അപ്പൊ നമുക്ക് രണ്ടും എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഇത് ഒറിജിനൽ സ്പ്രിങ്ങിൽ പ്രയോഗിക്കപ്പെട്ട ഫോഴ്സ് കെ ഇൻറ്റു ഡെൽറ്റ എൽ. ഇത് നോക്കൂ, അതിന്റെ പകുതി ഭാഗത്ത് പ്രയോഗിക്കപ്പെട്ട ഫോഴ്സ്, ഒരു പകുതിയിൽ പ്രയോഗിക്കപ്പെട്ട ഫോഴ്സ്. അപ്പൊ 2K ആണ് അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. 2K ഇൻറ്റു അതിന്റെ എക്സ്റ്റൻഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ എൽ ഡാഷ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ ഡെൽറ്റ എൽ ഡാഷ് ആണ്. ഡെൽറ്റ എൽ ഡാഷ് എത്ര? കെ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ 2K. കെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഡെൽറ്റ എൽ ബൈ 2 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ഡെൽറ്റ എല്ലിനെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ചെറിയ എൽ ഉപയോഗിച്ചാണ്, ബോൾഡ് അല്ലാത്ത എൽ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ആൻസർ എത്രയാണ്? ആൻസർ എൽ ബൈ 2 ആണ്. അതായത് നമ്മുടെ ഓപ്ഷനിൽ ഉള്ള ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 36th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 37 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 37 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 37 പറയുന്നത് എ മെറ്റൽ റോഡ് ഓഫ് യങ്സ് മോഡൽസ് 2 × 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അണ്ടർഗോസ് ആൻ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഓഫ് 0.01%. നോക്കൂ, ഒരു മെറ്റൽ റോഡ്, അതിന്റെ യങ്സ് മോഡൽസ് 2 × 10⁻10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അത് ഒരു ഇലാസ്റ്റിക് സ്ട്രെയിൻ അതിൽ ഉണ്ടാകുന്നു. എത്ര ശതമാനമാണ്? 0.06% ഇലാസ്റ്റിക് സ്ട്രെയിൻ അതിൽ ഉണ്ടാകുന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ എനർജി പെർ യൂണിറ്റ് വോളിയം സ്റ്റോർഡ് ഇൻ ജൂൾ പെർ മീറ്റർ ക്യൂബ്. അതിന്റെ യൂണിറ്റ് എന്താണ്? എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെ ജൂൾ പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ ജൂൾ പെർ മീറ്റർ ക്യൂബിൽ താഴെ പറയുന്ന ഉത്തരം ഏതാണ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് ചെയ്തു നോക്കാം. നിങ്ങൾക്കറിയാം എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്താണ്. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, നോക്കൂ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് യങ്സ് മോഡുലസ് ആണ്. അപ്പൊ അതിന് സ്ട്രെസ്സിനെ എങ്ങനെ എഴുതാം? യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതാം. അപ്പൊ നോക്കൂ, ഈ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ എഴുതി? യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതി. ഇൻറ്റു ഇവിടെ ഉള്ള സ്ട്രെയിൻ അതേപോലെ എഴുതുന്നു. അപ്പൊ നോക്കൂ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു y ഇൻറ്റു 2 സ്ട്രെയിൻ ഇല്ലേ? അപ്പൊ സ്ട്രെയിൻ സ്ക്വയർ
ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 × 10⁻10. നോക്കൂ, തന്നിട്ടുണ്ട് യങ്സ് മോഡുലസ് എത്രയാണെന്ന്, ഇൻറ്റു സ്ട്രെയിൻ എത്രയും തന്നിട്ടില്ലേ, 0.06% ആണ്. അപ്പൊ എത്രയാണ്, 0.06 ഡിവൈഡഡ് ബൈ 100. ഇതിന്റെ സ്ക്വയർ അല്ലേ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടും ആൻസർ, 3600 J/m³ എന്ന് കിട്ടും. അപ്പൊ എന്താണ് ഓപ്ഷൻ, ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമ്മൾ അടുത്തതായി 38th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 38th ക്വസ്റ്റ്യൻ എന്താണ്, 38th ക്വസ്റ്റ്യൻ പറയുന്നത്, ആൻ അലുമിനിയം റോഡ് ഓഫ് യങ്സ് മോഡുലസ് 7.0 × 10⁻9 Nm/m² has a breaking strain of 0.2%. The minimum cross-sectional area of the rod in meter square in order to support a load of 10⁻4 Newton. അപ്പോൾ നോക്കിക്കേ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അലുമിനിയം റോഡിന്റെ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, അതിന്റെ ബ്രേക്കിംഗ് സ്ട്രെയിൻ ആണ് തന്നിരിക്കുന്നത്. ബ്രേക്കിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയും എക്സ്റ്റൻഷൻ സംഭവിക്കുമ്പോൾ, അതായത് 0.2% ഇതിന് എന്താണ്, ഇതിന്റെ റോഡിന് അല്ലെങ്കിൽ ഈ റോഡിന്റെ ലെങ്തിന് മാറ്റം സംഭവിക്കുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യും. അതാണ് ബ്രേക്കിംഗ് സ്ട്രെയിൻ എന്ന് സിംപ്ലി ഉദ്ദേശിച്ചിരിക്കുന്നത്. എത്രയാണ് തന്നിരിക്കുന്നത്, 0.2% ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, ഒരു ലോഡ് 10⁻4 Newton എന്ന ലോഡ് കൊടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുവാനായി ഈ അലുമിനിയം റോഡിന് ഉണ്ടാകേണ്ട മിനിമം ക്രോസ് സെക്ഷണൽ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് മീറ്റർ സ്ക്വയറിൽ കിട്ടണം. 5 ഓപ്ഷൻസ് നമുക്കുണ്ട്, നമുക്ക് ചെയ്തു നോക്കാം. നോക്കൂ, നിങ്ങൾക്കറിയാം അലുമിനിയം റോഡാണ്, ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ്, യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ. സ്ട്രെസ് എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്, F/A എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതായത് ക്രോസ് സെക്ഷണൽ ഏരിയയാണ് ഈ സ്മോൾ എ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നോക്കൂ, F/A ഡിവൈഡഡ് ബൈ ബ്രേക്കിംഗ് സ്ട്രെയിൻ ആണ്. അപ്പൊ നോക്കിക്കേ, ഇതിൽ നിന്ന് എ എങ്ങനെ എഴുതാം, നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ എഴുതിയിട്ടുള്ളതാണ്, F/ യങ്സ് മോഡുലസിന്റെ ബ്രേക്കിംഗ് സ്ട്രെയിൻ. നോക്കൂ, F എത്രയാണ് തന്നിരിക്കുന്നത്, 10⁻4 Newton ആണ്. യങ്സ് മോഡുലസ് എത്ര തന്നിട്ടുണ്ട്, 7 × 10⁻9 Nm/m² ആണ്. ഇൻറ്റു ബ്രേക്കിംഗ് സ്ട്രെയിൻ എത്രയെന്നാണ് തന്നിരിക്കുന്നത്, 0.2% ആണ്. അപ്പൊ എന്താണ്, 0.2/100 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഉത്തരം ഏതിലെത്തുന്നു, 7.1 × 10⁻⁻4 m² എന്ന് കിട്ടുന്നു. അത് എത്രയാണ്, ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നോക്കൂ, നമ്മൾ ഡിസ്കസ് ചെയ്തത് 38th ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എത്ര ക്വസ്റ്റ്യൻസ് ആണ്, 2 ക്വസ്റ്റ്യൻസ് ആണ്, 37th ക്വസ്റ്റ്യൻ ആൻഡ് 38th ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 39 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39 എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 39 പറയുന്നത്, a spherical ball contracts in volume by 0.01% when subjected to a normal uniform pressure of 100 atmosphere. അപ്പൊ നോക്കൂ, ഒരു സ്ഫെറിക്കൽ ബാളിൽ നോർമൽ യൂണിഫോം പ്രഷർ ഏകദേശം 100 atmosphere നോർമൽ യൂണിഫോം പ്രഷർ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ അതിന്റെ വോളിയം 0.01% കുറയുന്നു, കോൺട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വാട്ട് ഈസ് ദ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ബോൾ. ഓക്കെ, ടേക്ക് 1 atmosphere is equal to 10⁻6 dyne/cm². നോക്കൂ, ഇവിടെ കിട്ടേണ്ട ഉത്തരം dyne/cm², അതായത് CGS സിസ്റ്റത്തിലാണ് നമ്മളുടെ ഉത്തരം കണ്ടുപിടിക്കപ്പെടേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, ആ ബോൾ നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയലിന്റെ ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ്, എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, നിങ്ങൾക്ക് നോർമൽ പ്രഷർ എത്രയെന്നാണ് തന്നിരിക്കുന്നത്, 100 atmosphere എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ dyne/cm² ആക്കുക. എങ്ങനെയാക്കും, അത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. നോക്കൂ, 100 × 10⁻6 dyne/cm² ആണ്. അപ്പൊ നോക്കൂ, കിട്ടുന്ന എത്രയാണ്, 10⁸ dyne/cm² എന്നാണ്. നോക്കൂ, ΔV/B, അതായത് വോളിമെട്രിക് സ്ട്രെയിൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ΔV/B എത്ര തന്നിട്ടുണ്ട്, V/V എത്ര തന്നിട്ടുണ്ട്, 0.01/100 എന്ന് തന്നിട്ടുണ്ട്. നോക്കൂ, അത് നിങ്ങൾ 10⁻⁻ രീതിയിൽ എഴുതുമ്പോൾ എത്ര കിട്ടും, 10⁻⁻4 എന്ന് കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത് സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, ബൾക്ക് മോഡുലസ് എന്താണ് ബൾക്ക് മോഡുലസ്, K = നോർമൽ പ്രഷർ, അതായത് P/ΔV/V എന്നാണ്. അപ്പൊ നോക്കൂ, P എത്ര കിട്ടി നമുക്ക്, 10⁸ എന്ന് കിട്ടി, dyne/cm² ആണ്, ഡിവൈഡഡ് ബൈ എത്ര കിട്ടി, ΔV/B എത്രയാണ്, 10⁻⁴ അല്ലേ. അപ്പൊ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 10⁻12 dyne/cm² എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, 39th ക്വസ്റ്റ്യൻ ആയിരുന്നു. 39th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, വളരെ സ്ട്രെയിറ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൾക്ക് മോഡുലസിന്റെ ഫോർമുല അറിയുക, ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന രീതിയിൽ കൺവേർഷൻസ് നടത്തുക, എന്നിട്ട് ഉത്തരത്തിൽ എത്തിച്ചേരുക. ഓക്കെ.